ഇന്ന് കേരള മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വി.ഡി. സവർക്കർ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒരു ടീച്ചർ നമ്മള് ബദിയടുക്കത്തിൽ പലതർക്ക സ്കൂളിന്റെ ഒരു ടീച്ചറെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഓർഡർ തന്നിട്ടുള്ളത്. ഇത് ബി.ജെ.പി. ശക്തമായിട്ട് എതിർക്കുകയാണ്. ബിക്കോസ് അന്ന് ഈ ഫ്രീഡം ക്വിസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ വന്നതും ശരിയാണ്, 100% അതിക്ക് നൽകിയ ആൻസറും കറക്റ്റാണ്. ആരാണ് കൂടുതലായിട്ട് ജയിൽവാസത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞെങ്കിൽ അത് ഒറ്റ ഒരു പേരാണ് വി.ഡി. സവർക്കർ. എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗും അതേപോലെ കോൺഗ്രസ് ഇത് എതിർക്കുന്നതെന്ന് എനിക്ക് സംശയം വരുന്നുള്ളത്. ഏറ്റവും കൂടുതൽ ജയിൽവാസത്തിലുണ്ടായത് വി.ഡി. സവർക്കറാണ്. അതിൽ വേറെ ക്വസ്റ്റ്യൻസേ ഇല്ല. ബിക്കോസ് എല്ലാവർക്കും അറിയാം 2 ജീവാവധി ശിക്ഷമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായത്. പിന്നെ പറയുന്നു ഫ്രീഡം ഫൈറ്റർ അല്ല എന്ന്. അന്നത്തെ ബ്രിട്ടീഷുകാർ ഫ്രീഡം ഫൈറ്റ് ആക്കിയത് കൊണ്ട് മാത്രമാണ് വി.ഡി. സവർക്കറെ ജയിലിൽ കൊണ്ടിട്ടിട്ടത്. അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാലാപാനി എന്ന് പറയുന്ന ഒരു ജയിൽ എന്ന് പറയുന്നത് അത്രയ്ക്ക് ക്രൂരമായിട്ടും കഠിന ശിക്ഷ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ജയിലിൽ ഇട്ടിട്ടുണ്ടായത്. അദ്ദേഹത്തിന്റെ കൂടുതൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു, അവർക്കെല്ലാം സിമ്പിൾ ശിക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ വി.ഡി. സവർക്കർ മാത്രമാണ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ശിക്ഷ നൽകിയിട്ടുണ്ടായത്. അദ്ദേഹത്തിനെ നിക്കാൻ മാത്രം സമ്മതിച്ചു, കിടക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിട്ടില്ല, ഇരുമ്പനൊക്കെ എത്തിച്ചു. അതേപോലെ കുട്ടികൾ കൊടുക്കുന്ന ഫുഡ് അത് മാത്രം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി വിട്ടും. അതല്ലാണ്ട് കയ്യിൽ മാത്രമാണ് ഈ കോക്കനട്ടിന് ഓപ്പൺ ആക്കാൻ വേണ്ടിട്ട് പറഞ്ഞു, ബ്ലീഡിംഗ് ആയിക്കൊണ്ടുണ്ടായിരുന്നു. ഇത്രക്ക് കഠിന ശിക്ഷ നൽകിക്കൊണ്ടുണ്ടായത്. ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞെങ്കിൽ ഒറ്റ ഒരു ആൻസറാണ്, അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയിട്ട് ഫ്രീഡംക്ക് വേണ്ടിയിട്ട് പോരാടി എന്ന ഒറ്റ ഒരു റീസണിലാണ് അന്നത്തെ ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിനെ ജയിലിൽ ഇട്ടിട്ടുണ്ടായത്. പക്ഷേ ഇന്ന് ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസുകാർ ഈ ഒരു ചോദ്യം അല്ല അവർക്ക് വന്നിട്ടുണ്ടായത്. ഈ വി.ഡി. സവർക്കർ എന്ന് പറഞ്ഞ ഒരു പേരിലാണ് അവർക്ക് പ്രശ്നമുള്ളത്. ടീച്ചേഴ്സ്മാർക്ക് ഒരു ഫ്രീഡം കൊടുക്കാണ്ട്, ടീച്ചേഴ്സ്ക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ഫ്രീഡം കൊടുക്കാണ്ട്, നമുക്ക് നമ്മളെ കുട്ടികൾക്ക് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന റൈറ്റ് നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ പൊളിറ്റിക്കൽ പവർ യൂസ് ആക്കിക്കൊണ്ട് പൊളിറ്റിക്കൽ രീതിയായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളെ ഹിസ്റ്ററിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുസ്ലിം ലീഗും അതേപോലെ കോൺഗ്രസ് ലീഡേഴ്സ് വിടുന്നില്ല എന്ന് പറയുന്ന ഒരു ചോദ്യം നമുക്കുണ്ട്. പക്ഷേ ബി.ജെ.പി. ഇത് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ അതിന് നമ്മൾ ക്രൂരമായിട്ട് നമ്മൾ എതിർക്കുകയാണ്. ഇന്ന് അതെന്താണ് സസ്പെൻഡ് ഓർഡർ കൊടുത്തിട്ടുള്ളത്, ആ ഓർഡറും പോലും പിൻവലിക്കണം എന്ന് ഞങ്ങൾ അവരോട് പറയാനുള്ളത്. ഈ ഫ്രീഡം ക്വിസ് തയ്യാറാക്കിയതിൽ ഗുരുപ്രസാദ് എന്ന ടീച്ചർക്ക് ഒരു റോളും ഇല്ല. അത് വ്യക്തമായിട്ട് അതിന് അന്വേഷണം നടത്തിയെങ്കിൽ കറക്റ്റായിട്ട് അവർക്ക് അറിയാം. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കണം എന്ന നിർദ്ദേശനം മാത്രമാണ് ഗുരുപ്രസാദ് കൊടുത്തിട്ടുണ്ടായത്. അവിടെ 2 ടീച്ചർ കുണ്ട സ്കൂളിന്റെ ടീച്ചേഴ്സാണ് ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ആക്കിയത്. അതിൽ ഒരു ടീച്ചർ അശ്വതി എന്ന് പറയുന്ന ടീച്ചർ കോൺഗ്രസ് ലീഡറിന്റെ ഭാര്യമാണ്, അതേപോലെ KSTPA ഒരു മെമ്പർ കൂടിയാണ്. അപ്പോ ഇതും കറക്റ്റായിട്ട് അന്വേഷണം നടത്താണ്ട് ഈ ഗുരുപ്രസാദ് എന്ന പറയുന്ന ഒരു ടീച്ചർ ബി.ജെ.പിയിൽ വർക്കെടുക്കുന്നുണ്ടെന്ന് ഒറ്റ രാഷ്ട്രീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇതിൽ രാഷ്ട്രീയം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് മാനേജ്മെന്റിക്ക് സസ്പെൻഡ് ചെയ്യണം എന്ന ഓർഡർ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ആ ടീച്ചറെ സസ്പെൻഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് വിടുന്നുമില്ല. ബി.ജെ.പി. ശക്തമായിട്ടും പോരാടിക്കൊണ്ട് ഗുരുപ്രസാദിന്റെ ടീച്ചർക്ക് നീതി കിട്ടുന്നിടത്തോളം നമ്മൾ പോരാട്ടം നടത്തും.